പത്രങ്ങളിൽ വാർത്തകൾ കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകും. നിങ്ങളിപ്പോ അടുത്ത് കണ്ടില്ലേ, നമ്മുടെ ഈ കൊല്ലം ജില്ലയിലെ ഒരു പ്രദേശത്ത് വർഷങ്ങളോളം MLA ആയിരുന്ന ഒരു സഹോദരൻ പത്തനാപുരത്തുള്ള ഗാന്ധി ഭവനിൽ മരിച്ച വാർത്തയുണ്ടായിരുന്നു പത്രത്തിൽ. ഗാന്ധി ഭവനിൽ അയാൾ മരിച്ചുപോയി. എത്രയോ തവണ അയാൾ MLA ആയിരുന്നു, പ്രഗത്ഭനായിരുന്നു, നേതാവായിരുന്നു. എന്തേ ഉണ്ടായത്? മക്കൾ കൈയൊഴിഞ്ഞുവെത്രേ. പത്രങ്ങളിൽ കണ്ടിരുന്നല്ലോ, അയാളുടെ മൂത്ത മകൻ തിരുവനന്തപുരത്ത് ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥനാണ്, അവിടെ അറിയപ്പെടുന്ന ഒരാളാണ്. ഗാന്ധി ഭവനിൽ ഈ വൃദ്ധനായ, പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ പാവപ്പെട്ട മനുഷ്യൻ അഭയം തേടിയപ്പോൾ മക്കളെ കുറിച്ചറിയാവുന്ന ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ മോനോട് പറഞ്ഞപ്പോൾ പറഞ്ഞവരോട് മകൻ ദേഷ്യപ്പെട്ടു എന്നാ പറയാൻ കഴിയുന്നത്, കേൾക്കാൻ കഴിഞ്ഞത് അല്ലേ? പുഴുവരിച്ച നിലയിൽ റോഡരികിൽ കാണപ്പെടുന്ന ഉമ്മമാർ, വാപ്പമാർ ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മിലൂടെ ഇങ്ങനെ ഒരവസ്ഥ വരാതിരിക്കണമെങ്കിൽ ഇന്ന് നമുക്കുള്ള ഉമ്മയെയും ബാപ്പയെയും സ്നേഹത്തോടെ, സാന്ത്വനത്തോടെ, കരുണയോടെ നാം ചേർത്ത് പിടിച്ചേ മതിയാകൂ. ഈ വിഷയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നെന്താണെന്നറിയോ? എനിക്ക് എൻ്റെ മക്കൾ ഇത് നൽകണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. എൻ്റെ മക്കൾ എന്നോട് സ്നേഹം കാണിക്കണം, എൻ്റെ മക്കൾ ഞാൻ പറഞ്ഞതനുസരിക്കണം, എൻ്റെ മക്കൾ എന്നോട് ചോദിച്ചിട്ടേ എന്തും ചെയ്യാവൂ എന്ന് വലിയ ആഗ്രഹവും താല്പര്യമില്ലാത്ത ആളുകൾ ആരാളുള്ളത്? എന്നാലോ നേരെ തിരിച്ച് അങ്ങോട്ടതുണ്ടാവോ? എന്നിൽ നിന്ന് അങ്ങനെ ഒന്ന് പ്രതീക്ഷിച്ചിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, എൻ്റെ ബാപ്പയുണ്ടല്ലോ, അവർക്ക് ഞാനത് അങ്ങോട്ട് നൽകേണ്ടതാണ് എന്ന ചിന്തയുണ്ടോ? അല്ലാഹു തആല ഖുർആനിൽ ഉമ്മയെയും ബാപ്പയെയും പരിചയപ്പെടുത്തിയത് നോക്കൂ നിങ്ങൾ. കാണാം, സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്വപ്നം കണ്ടു. യാക്കൂബ് നബിയുടെ മകനാണ് യൂസുഫ് അലൈഹിസ്സലാം. നല്ല മോനാണ്, സ്നേഹത്തോടെ വളർത്തുകയാണ്. എന്തുണ്ടെങ്കിലും മോൻ ബാപ്പയോട് പോയിട്ട് പറയും. ഖുർആൻ പറയുന്നു, ഇന്നി റഅയ്തു അഹദ അശറ കൗകബാ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. ഒരായത്ത് സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു എന്ന് മാത്രം. യൂസുഫ് അലൈഹിസ്സലാം പറയുകയാണ്, പ്രിയപ്പെട്ട പിതാവായ യാക്കൂബ് നബിയെ, ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. യാക്കൂബ് നബിയെ, പിതാവേ, എന്താണ് സ്വപ്നം കണ്ടത്? റഅയ്തു അഹദ അശറ കൗകബാ, 11 നക്ഷത്രങ്ങൾ, വശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും ഞാൻ കണ്ടു. റഅയ്തുഹും ലീ സാജിദീൻ, അവ എൻ്റെ മുമ്പിൽ സുജൂദിൽ വീഴുന്നത് ഞാൻ കണ്ടു. എന്തിനെ കണ്ടു? സൂര്യനെയും അപ്രകാരം ചന്ദ്രനെയും. പണ്ഡിതന്മാർ പറയുന്നു, ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ്? സൂര്യനെ കണ്ടല്ലോ, ആ സൂര്യൻ പിന്നീട് ആരായിരുന്നു? ബഹുമാനപ്പെട്ട യാക്കൂബ് നബിയുടെ ഭാര്യ യൂസുഫ് നബിയുടെ ഉമ്മയാണ്. അള്ളാഹു ഖുർആനിൽ യൂസുഫ് നബിയുടെ ഉമ്മയെ കുറിച്ച് ഷംസ് അഥവാ സൂര്യൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ സന്താനങ്ങൾക്കും വെളിച്ചം നൽകുന്നത്, ഒരു സൂര്യനെ പോലെ പ്രകാശം നൽകുന്നത് ഉമ്മയായതുകൊണ്ട്, യാ അല്ലാഹു, എൻ്റെ പിതാവേ, ഇന്നി റഅയ്തു അഹദ അശറ കൗകബ വശംസ വൽ ഖമർ, ചന്ദ്രൻ എന്നാണ് പിതാവിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കണം, ഖിയാമത്ത് നാളിന്റെ അടയാളമായി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ചില കാര്യങ്ങളുണ്ട് ഉമ്മയുമായി ബന്ധപ്പെട്ട്. എന്താണെന്നറിയോ? അന്തലിദൽ അമതു റബ്ബതഹാ, ഒരു അടിമ സ്ത്രീ ആ അടിമ സ്ത്രീയുടെ യജമാനനെ പ്രസവിക്കലാണ്. അടിമ ഉടമയെ പ്രസവിക്കലാണ്. ഉമ്മ കേവലം ഒരടിമയെ പോലെ,
സന്താനങ്ങളോ മക്കളോ ഉടമകളായി മാറുന്ന ഒരു സാഹചര്യം. ഇത് ഹബീബായ മുഹമ്മദ് മുസ്തഫ, ഉറക്ക സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തതായി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിന്റെ ഭാഗമാണ്. ചോദിച്ചു, എന്താണ് ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ? അവിടുന്ന് പറഞ്ഞു, അന്തലിദൽ അമതു റബ്ബതഹ, അടിമ യജമാനയെ പ്രസവിക്കലാണ്. എങ്ങനെയാണത്? നമ്മുടെ വീടുകളുടെ അവസ്ഥ നിങ്ങൾ നോക്കൂ. ഉമ്മ കേവലം അടിമയെപ്പോലെയായി മാറുന്നുണ്ടോ? പ്രത്യേകിച്ച് ഞാൻ എൻ്റെ സഹോദരിമാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാർ കേവലം അടിമ സ്ത്രീകളെ പോലെയായി മാറാൻ സാധ്യതയുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയാൽ പിന്നെ നിങ്ങളുടെ വീടും നിങ്ങളുടെ താമസവും എല്ലാം നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെയായിരിക്കും 99%. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെക്കാളും അവൾക്ക് ബാധ്യതയുള്ളത് അവളുടെ ഭർത്താവിനോട് തന്നെയാണ്. ആ കാര്യത്തിൽ സംശയമില്ല. എന്ന് കരുതിയിട്ട് ഉമ്മയെയും ബാപ്പയെയും ഒഴിവാക്കണമെന്നല്ല. ഭർത്താവിൻ്റെ സമ്മതത്തോടെ, ഭർത്താവിൻ്റെ താല്പര്യത്തോടെ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തോടെ ഉമ്മയെ കാണുവാനും ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യുവാനും ഉമ്മാക്ക് സേവനങ്ങൾ ചെയ്യുവാനും പെൺകുട്ടികൾ തയ്യാറാകണം. തീർന്നില്ല. കല്യാണം കഴിഞ്ഞ് ഒരുപാട് കാലം പൊതുവെ ഒരു സ്വഭാവമുണ്ട്, തൻ്റെ വീട്ടിലേക്ക് വരിക. തൻ്റെ വീട്ടിൽ വന്നാൽ പല പെൺകുട്ടികളും വരുന്നത് ഉമ്മയെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാവുകയില്ല. പിന്നെയോ ഒന്ന് വിശ്രമിക്കാൻ. പിന്നെ ഉമ്മ എല്ലാ പണികളും ചെയ്തു കൊടുക്കണം. എല്ലാ പണികളും പിന്നെ ഉമ്മയുടെ ബാധ്യതയാണ്. അഥവാ നിന്റെ ഭർത്താവ് കൂടെയുണ്ടെങ്കിലോ പിന്നെ ഭർത്താവിൻ്റെയും സേവകയാണ് ഉമ്മ. നിന്റെ വസ്ത്രങ്ങൾ ഉമ്മ അലക്കണം, ഭർത്താവിൻ്റെ വസ്ത്രങ്ങൾ ഉമ്മ അലക്കണം. ഒരുപക്ഷെ എൻ്റെ സംസാരം കേൾക്കുന്ന ഉമ്മമാർ അതൊക്കെ സന്തോഷത്തോടെ നിർവഹിച്ചു കൊടുക്കുന്നവരായിരിക്കും. തൻ്റെ മകളുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കുവാനും സ്നേഹത്തോടെ സൽക്കരിക്കുവാനും ഒരു പ്രയാസവും ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല. പക്ഷേ അത് ഒരു നിർബന്ധ ബാധ്യത പോലെ, അഥവാ നിങ്ങൾ പ്രസവിക്കുന്ന സാഹചര്യമായാൽ എൻ്റെ ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഉമ്മമാരെ അവരുടെ സേവകരായി നിങ്ങൾ നിശ്ചയിക്കല്ലേ. അവരെ കേവലം അടിമപ്പണി എടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കല്ലേ. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതായിരിക്കും. ഇനി നിങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി ആ ഭാര്യമാരുടെ ഉമ്മമാരോ അതുപോലെ നിങ്ങളുടെ ഉമ്മമാരോ കഷ്ടപ്പെടുന്ന വേദനയോടെ പ്രയാസത്തോടെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അവർക്ക് പ്രായമായിട്ടുണ്ടെങ്കിൽ, അവർക്ക് കഴിയാത്ത ഒരു സാഹചര്യമായിട്ടുണ്ടെങ്കിൽ അത് കേവലം ഒരടിമയെപ്പോലെ, അവരുടെ നിർബന്ധമായ ഒരു ബാധ്യതയെപ്പോലെ നാം അത് കാണുകയാണെങ്കിൽ ലോകാവസാനത്തിന്റെ അടയാളം പുലരുന്നത് നമ്മുടെ വീടുകളിലാണ്. അന്തലിദൽ അമതു റബ്ബതഹാ. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് സന്തോഷം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ പറയൂ. അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉമ്മമാരെ സ്നേഹിക്കുവാനാണ് ഇന്ന് നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്, അല്ലേ? ചെറുപ്പക്കാരൊക്കെ ഗൗരവത്തോടെ ആലോചിക്കുക. മക്കൾ ഒരു പണിയെടുക്കാത്തവരായിട്ട് നമ്മുടെ വീടുകളിൽ വളരരുത്. പിന്നെയോ നിങ്ങളവരെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളെ സഹായിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് നിങ്ങളുടെ ഭാര്യമാർ അഥവാ ആ കുഞ്ഞുങ്ങളുടെ ഉമ്മമാരെ സഹായിക്കാൻ നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. വീടടിച്ചു വാരാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഭക്ഷണ കാര്യത്തിൽ ഉമ്മമാരെ സഹായിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. ഉമ്മാക്കൊരു ദിവസം പനി ബാധിച്ചാൽ, ഉമ്മ ഒരു ദിവസം കട്ടിലിൽ കിടന്നാൽ, ഉമ്മാക്ക് എന്തെങ്കിലും ഒരു രോഗമുണ്ടായാൽ നിങ്ങളുടെ 10ഉം 12ഉം വയസ്സായ പൊന്നുമക്കൾ ഉമ്മായുടെ വസ്ത്രം കൂടെടുത്ത് അലക്കിയിട്ട് അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. കാരണം ഇവരൊക്കെ വളരാനുള്ളവരാണ്. ലോകമാകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും ഇവരുടെ ഭാവിയിലുള്ള മനസ്സ് എന്ന് പ്രവചിക്കാൻ കഴിയില്ല. അതിപ്പോഴേ നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആദരവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ ഒന്ന്
وأطاع الرجل امرأته وعق أمه وأدنى صديقه وأقصى أباه. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅതാഅ അർ-റജുലു ഇംറഅതഹു, ഒരാൾ തൻ്റെ ഭാര്യയ്ക്ക് വഴിപ്പെടുക, ഭാര്യയെ സ്നേഹിക്കുക, അവൾക്കനുസരിച്ച് അവളോട് സ്നേഹത്തോടെ പെരുമാറുക എന്നുള്ളതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. പക്ഷേ ഉമ്മയെ അവഗണിച്ച് ഭാര്യയെ സ്നേഹിക്കുക, രണ്ടും സ്നേഹം തന്നെയാണ്. ഉമ്മയോടുള്ളതും സ്നേഹമാണ്, അതിന് കൂലി കിട്ടും. ഭാര്യയോടുള്ള സ്നേഹത്തിന് അതിനും കൂലി കിട്ടും. പക്ഷേ രണ്ടും ഒന്നിനെ തടയുന്ന രീതിയിലാവരുത്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ദുനിയാവും നഷ്ടപ്പെടും, ആഖിറവും നഷ്ടപ്പെടും. ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം. ഇന്നത്തെ അധിക പ്രശ്നവും ഈ രീതിയിലാണ് വരുന്നത്. എൻ്റെ സ്ഥാപനത്തിനടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, എനിക്കൊരു അമ്മായി ഉണ്ടായിരുന്നു, അഥവാ എൻ്റെ മാതാവിൻ്റെ സഹോദരി, പിതാവിൻ്റെ സഹോദരി. അവരെ നമ്മുടെ ഈ അടുക്കൽ 6 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് കല്യാണം കഴിച്ചയച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ്. അവരുടെ ഭർത്താവ് മരിച്ചു, അമ്മായി വിധവയായി കഴിയുകയാണ്. ഇവർക്ക് ഈ ബന്ധത്തിൽ 2 മക്കളുണ്ട്, ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും. പെൺകുട്ടിയെ കല്യാണപ്രായം എത്തിയപ്പോഴേക്ക് കല്യാണം കഴിച്ചയച്ചു. തൊട്ടടുക്കൽ അവർ കല്യാണം കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് ഭർത്താവിനോട് കൂടി അവൾ മദ്രാസിൽ പോയി. അങ്ങനെ സന്തോഷത്തോടെ അവർ ജീവിച്ചു. വിധവയാണല്ലോ ഈ ഉമ്മ. ഈ ഉമ്മ മോനെ പോറ്റുവാനും വീട് പുലർത്തുവാനും വേണ്ടി പാടത്തും പറമ്പിലും പണിക്ക് പോകാൻ തുടങ്ങി. അയൽ വീടുകളിൽ കല്യാണമുണ്ടാകുമ്പോ ഈ ഉമ്മ ചൊല്ലും അവിടെയുള്ള കാര്യങ്ങളിൽ സഹായിക്കാൻ. കൃഷിപ്പണിക്ക് പോകും. അതിൻ്റെ കാലത്ത് ഇനി ഒരു പണിയുമില്ലേ, കൈതോല എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അതുകൊണ്ട് പായ ഉണ്ടാക്കിയിട്ട് അങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് ഈ ഉമ്മ വിൽക്കും. അങ്ങനെ ഈ ഉമ്മ മകനെ പഠിപ്പിച്ചു. കൊല്ലങ്ങൾക്ക് മുമ്പ് മകൻ നന്നായി പഠിക്കും. പഠിച്ച് ഈ മകൻ ആ കാലഘട്ടത്തിലെ ഉന്നത വിദ്യാഭ്യാസം, അന്ന് ഉന്നത വിദ്യാഭ്യാസമായിരുന്ന എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സായി. നല്ല പേരെടുത്ത നല്ല ഒരു എഞ്ചിനീയറായി. SLC ഒക്കെ കഴിഞ്ഞ് അവൻ ഈ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സായി. ഒരു ഹോസ്റ്റലിൽ നിന്നിട്ടായിരുന്നു അവൻ പഠിച്ചിരുന്നത്. വീട്ടിലേക്ക് വരുമ്പോ അവന്റെ ഹോസ്റ്റൽ ഫീയായും അതുപോലെ അവന്റെ പോക്കറ്റ് മണിയായും ഈ ഉമ്മ അവന് പൈസ കൊടുക്കുമ്പോ അതിൽ ഈ ഉമ്മയുടെ കണ്ണീരിന്റെ നനവുണ്ടായിരുന്നു. വലിയ സ്വപ്നവും വലിയ പ്രതീക്ഷയുമായിരുന്നു ഉമ്മാക്കുണ്ടായിരുന്നത്. അങ്ങനെ ഇവൻ ഗൾഫിൽ പോയി, ഖത്തറിലേക്കാ പോയത്. അവിടെ നല്ല ഒരു ജോലി, ലക്ഷങ്ങൾ ശമ്പളമായി. അന്ന് വലിയ വിദ്യാഭ്യാസമുള്ളവരൊക്കെ കുറവാണല്ലോ. ഖത്തറൊക്കെ ഇങ്ങനെ പുരോഗമിച്ചു വരുന്ന കാലമാണ്. അങ്ങനെ ഇവൻ ലീവിന് നാട്ടിൽ വന്നപ്പോൾ ഖത്തറിൽ ഇവന് പരിചയമുണ്ടായിരുന്ന ഒരാൾ, അയാളുടെ മകൾക്ക് ഇവനെ കൊണ്ട് കല്യാണം ആലോചിച്ചു. അയാൾക്കറിയാം ഇവന്റെ ജോലിയെക്കുറിച്ചും ഇവന്റെ സ്റ്റാറ്റസിനെ കുറിച്ചും. അയാൾ വലിയ സമ്പന്നനാണ്, എറണാകുളത്തുകാരനാണ്, എറണാകുളം ജില്ലക്കാരനാണ്. അങ്ങനെ കല്യാണം കഴിച്ചതോടുകൂടെ ഇവന്റെ സ്വഭാവമൊക്കെ ആകെ മാറി. ഇവൻ ആ ലീവിനധികവും അവന്റെ ഭാര്യ വീട്ടിലും പരിസരത്തുമായി. ഉമ്മയെ കാണാൻ വേണ്ടി വരൂല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പോകുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവൻ ഉമ്മയുടെ അടുക്കൽ വന്ന് കർശനമായി പറഞ്ഞു, നമുക്ക് ഈ വീടും പറമ്പും ഒന്ന് വിറ്റാലോ. ഉമ്മ പറഞ്ഞു, വിൽക്ക്. എന്താ വിറ്റാൽ? നമുക്കിത് കൊണ്ട് എറണാകുളത്ത് നല്ല ഒരു ഫ്ലാറ്റ് വാങ്ങാം, അവിടെ ഒരു സ്ഥലം വാങ്ങാം, അവിടെ നമുക്ക് പോയി താമസിക്കാം. ഉമ്മയോട് പറഞ്ഞു. ഉമ്മ ഒരു പൊടിക്ക് സമ്മതിച്ചില്ല. ഗത്യന്തരമില്ലാതെ എല്ലാം കഴിഞ്ഞ് ആ ഉമ്മ സമ്മതിക്കേണ്ടി വന്നു. 1 വർഷം കൊണ്ട് ആ വീടും പറമ്പും ഒക്കെ വിറ്റു. എന്നിട്ട് അവർ എറണാകുളത്തൊരു ഫ്ലാറ്റ് വാങ്ങിയിട്ട് ഇവരെല്ലാവരും കൂടെ അങ്ങോട്ട് താമസം മാറ്റി. അവൻ ഗൾഫിൽ പോയി. എന്നോട് പറഞ്ഞയാള് പറയാണ്, ഉസ്താദേ, എൻ്റെ ഉമ്മാക്കൊരു വലിയ ആഗ്രഹം അമ്മായിയെ ഒന്ന് കാണണമെന്ന്. അങ്ങനെ ഒരു ദിവസം ഫോണിൽ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അമ്മായിയെ വിളിക്കുകയാണ്. നോക്കുമ്പോൾ ആ വീട്ടുകാര് ഫോൺ എടുത്തിട്ട് പറഞ്ഞു, അയ്യോ, ആ ഫ്ലാറ്റ് അവർ പോയത് കൊണ്ട് അവർ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്, അതവർക്കൊരു വരുമാനമാണല്ലോ, അതുകൊണ്ട് ആ ഫ്ലാറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അമ്മായി എവിടെയെന്ന് ചോദിച്ചിട്ട് അവർ ആദ്യം കുറെ മുരണ്ടു.
ഒടുവിൽ പറഞ്ഞു, അവർ പോയപ്പോൾ അവരെ നോക്കാനാളില്ല. അതുകൊണ്ട് എല്ലാ സൗകര്യങ്ങളുമുള്ള എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുപോയിട്ട് അവരെ ചേർത്തിരിക്കുകയാണ്. അവർക്കെല്ലാ സൗകര്യവും അവിടെയുണ്ട്. എന്നോട് പറഞ്ഞയാൾ പറഞ്ഞു, എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ നമുക്കൊന്ന് അമ്മായിയെ കാണാൻ അങ്ങോട്ട് പോകണം. അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി. എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ ഉമ്മയുണ്ട്. വണ്ടി എടുത്തിട്ട് ഞങ്ങൾ പോയി. ആദ്യം ഇവരുടെ വീട്ടിൽ പോയി. എന്നിട്ട് അവിടെ നിന്നൊരാളെ കൂട്ടിയിട്ട് ആ വൃദ്ധസദനത്തിലേക്ക് പോയി. ഞങ്ങൾ അവിടെ ചെന്നു. ഇന്നയാളെ അന്വേഷിച്ചു. അവർ ഞങ്ങളെ കണ്ടപ്പോൾ കണ്ണീരോടുകൂടി അവർ ഞങ്ങളെ കെട്ടിപ്പിടിച്ചു. സ്നേഹത്തോടെ അവർ ഞങ്ങളോട് സംസാരിച്ചു. മോനെതിരെ ഒന്നും പറയുന്നില്ല, മോൻ കാണിച്ചതിനെ ഒന്നും പറയുന്നില്ല. അവൻ അവിടെ ജോലിയല്ലേ, അവൾ ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് എന്നെ ഇവിടെ ആക്കി എന്ന അമ്മായി പറഞ്ഞത്. പെട്ടെന്ന് എൻ്റെ ഉമ്മ ചോദിച്ചു, നിങ്ങൾ ഞങ്ങളോട് കൂടെ പോരണോ? ചോദിക്കാൻ കാത്തു നിന്നതുപോലെ ആ ഉമ്മ ഞങ്ങളോട് കൂടെ പോന്നു. അമ്മായി ഞങ്ങളോട് കൂടെ പോന്നു. പിന്നെ അവർ ഞങ്ങളോട് കൂടെയായി താമസം. മോനാണെങ്കിലോ ഒരു വലിയ രക്ഷയുണ്ടായതുപോലെ അവന് പിന്നെ ഉമ്മ വേണ്ട, അവന് പിന്നെ അവരുമായി ഒരു ബന്ധവുമില്ല, അവൻ വിളിക്കുകയില്ല. 3 കൊല്ലം കഴിഞ്ഞു. 4ാമത്തെ കൊല്ലമായപ്പോൾ പെട്ടെന്ന് ഇവർക്ക് രോഗമായി. ഇവർ കിടക്കുന്നിടത്ത് കിടന്ന് കാഷ്ടിക്കാനും മൂത്രിക്കാനും തുടങ്ങി. നോക്കാൻ ആരാ ഉള്ളത്? എന്നോട് പറഞ്ഞയാള് പറഞ്ഞു, എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. എൻ്റെ ഭാര്യ അവരെ പരിപാലിക്കും. അവരുടെ കാഷ്ടവും മൂത്രവും ഒക്കെ കോരും. ഞാൻ പലപ്പോഴും വീട്ടിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോ ഇവരെ കുളിപ്പിക്കുന്നത് കാണാം, കാഷ്ടം കോരുന്നത് കാണാം. ഒരിക്കലിങ്ങനെ കോരുമ്പോ ഞാൻ അവളോട് പറഞ്ഞു, പെണ്ണെ നീ വേദനിക്കണ്ട, അള്ളാഹു ഇതിന് നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും പകരം തരുമല്ലോ. അതല്ലെങ്കിൽ ഇതുപോലൊരു ദുരിതത്തിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു നിന്നെ ഇക്കാരണത്താൽ കാക്കുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഭാര്യയെ സമാധാനിപ്പിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ആ അമ്മായി എൻ്റെ വീട്ടിൽ കിടന്ന് മരിച്ചുപോയി. ഇവനെ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. കൂട്ടുകാരെ വിളിച്ചു. അങ്ങനെ ഇവനെ വിവരമറിയിച്ചു. ഇവനതിന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഇത്രയും കാലം നിങ്ങളല്ലേ നോക്കിയത്, ഇനി ഇവിടുന്ന് വരാൻ ബുദ്ധിമുട്ടാണ്, ബാക്കി കാര്യങ്ങളും കൂടെ നിങ്ങൾ അങ്ങ് ചെയ്തോ. എന്തേ കാര്യം? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരാൾ തന്റെ ഭാര്യയ്ക്ക് വഴിപ്പെടുക. അവള് പറയുന്നു, എനിക്ക് ഈ തള്ളയുടെ കൂടെ ജീവിക്കാൻ വയ്യ, എനിക്ക് ഉമ്മയുടെ കൂടെ ജീവിക്കാൻ വയ്യ, എനിക്ക് അവരുടെ വർത്തമാനം പിടിക്കുന്നില്ല, എനിക്ക് അവരുടെ സംസാരം പിടിക്കുന്നില്ല. എന്നിട്ട് അതിന്റെ പേരിൽ ഉമ്മയോട് കലഹിക്കുക, അതിന്റെ പേരിൽ ഉമ്മയെ ചീത്ത പറയാ. നിങ്ങൾ എന്തിനാ അവളോട് പറയാൻ പോയത്? നിങ്ങൾ എന്തിനാ അവളോട് കലഹിക്കാൻ പോയത്? ഇങ്ങനെ ഒരു വർത്തമാനം, വിദ്യാഭ്യാസമുണ്ട് എന്നതിന്റെ പേരിൽ നിങ്ങളിൽ നിന്നോ നിങ്ങളുടെ ഭാര്യമാരിൽ നിന്നോ വരുന്നുണ്ട് എങ്കിൽ അത് തന്നെയാണ് ഖിയാമത്ത് നാളിന്റെ അടയാളം, നിങ്ങളിൽ നിന്ന് വരുന്നതിന്റെ തെളിവ് എന്ന് പറയുന്നത്. ചെറുപ്പക്കാര് ചിന്തിക്കണം. നിങ്ങളുടെ ഭാര്യ വിദ്യാഭ്യാസമുള്ളവളായിരിക്കും, അവൾ +2 ഡിഗ്രിയും ഒക്കെ ഉള്ളവളായിരിക്കും. അവൾ ഒരുപക്ഷെ ആ കല്യാണപ്രായം വരെ ഇംഗ്ലീഷും കമ്പ്യൂട്ടറും ഒക്കെ നന്നായി പഠിച്ച് നന്നായി ജീവിക്കാൻ പഠിച്ചവളായിരിക്കും, ഒരുപക്ഷെ ജോലിയുള്ളവളായിരിക്കും. നിങ്ങളുടെ ഉമ്മക്കോ പ്രായമായി 40 വയസ്സ് 50 വയസ്സ്, ആ കാലഘട്ടത്തിൽ ഇതുപോലെ പഠിക്കുന്ന ഒരു സമ്പ്രദായം ഇല്ലാത്തതിനാൽ ഒരൽപ്പം വിദ്യാഭ്യാസം കുറവ് ഉമ്മാക്കുണ്ടാവും. അതിന്റെ പേരിൽ ഉമ്മയെ നിങ്ങൾ വേദനിപ്പിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നിങ്ങളെ വെറുതെ വിടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അറിയാതെ നമ്മിൽ നിന്ന് പലപ്പോഴും ഇത്തരം പാപങ്ങൾ വന്നു പോകാറുണ്ട്. ചിന്തിക്കുക. നമ്മൾ ഖുർആൻ ആദ്യം പറയുന്നത് എന്താ? ആദ്യമായി പരിശുദ്ധ ഖുർആനിൽ 5 ആയത്തുകൾ ഇറങ്ങിയല്ലോ. എന്തായിരുന്നു അത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹു ആദ്യം പറഞ്ഞ കാര്യമാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ നബിയെ അങ്ങ് വായിക്കുക. അത് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലേ? മാംസപിണ്ഡത്തിൽ നിന്ന് നിന്നെ പടച്ച അല്ലാഹു. അത് ആരുടെ ഓർമ്മപ്പെടുത്തലാണ്? അതെവിടെയുള്ളതാണ്?
ആ രക്തപിണ്ഡം എവിടെയാണുള്ളത്? അത് ഉമ്മായുടെ ഗർഭപാത്രത്തിലാണല്ലോ അലക്കുള്ളത്. അലക്ക എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇത് ഒട്ടിപ്പിടിക്കുന്നത് ഉമ്മായുടെ ഗർഭപാത്രത്തിലാണെങ്കിൽ അല്ലാഹു തആല വ്യംഗ്യമായിട്ടാണെങ്കിലും എന്നെയും നിങ്ങളെയും ആദ്യമായി ബോധ്യപ്പെടുത്തുന്നു, നിങ്ങളുടെ ഉമ്മ ആരാണ്, അവരോടുള്ള ബാധ്യത എന്താണ് എന്ന കാര്യം. മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ഒരു നേർച്ച നൽകിയിട്ടുണ്ട്. എന്താ നേർച്ച? മക്ക കീഴടക്കുകയാണെങ്കിൽ കഅബ ഷരീഫിന്റെ വാതിൽ ചുംബിക്കണം എന്ന കാര്യം ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. ആ സമയത്ത് ആ ചെറുപ്പക്കാരനോട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ ഖബ്ബിൽ ഖദമൈ ഉമ്മിക്, നീ കഅബ ചുംബിക്കണം എന്നില്ല, നിന്റെ ഉമ്മയുടെ 2 കാൽപാദങ്ങളും പോയിട്ട് നീ ചുംബിക്ക്. അങ്ങനെ നീ ചുംബിച്ചാൽ വഖദ് വഫൈത നദറക്, നീ നിന്റെ നേർച്ചയെ പൂർത്തിയാക്കിയിരിക്കുന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മുടെ സർവ കുടുംബ ബന്ധങ്ങളും അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത് മാതാവിനെ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധം എന്നത് അല്ലാഹു തആല പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെ എന്താണ്? റഹിം എന്നാണ്. റഹിം, സിലത്തുർ റഹിം എന്നാ പറയാ. കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളതിന്, കുടുംബ ബന്ധം ചേർക്കുക. സഹോദരനോടുള്ള ബന്ധം റഹിം എന്ന് വിളിക്കും അതിനെ. സഹോദരിയോടുള്ള ബന്ധം റഹിം, കുടുംബ ബന്ധമാണ്. സിലത്തുർ റഹിം, കുടുംബ ബന്ധം ചേർക്കുക. അതേ വാക്ക് തന്നെയാണ് എന്തിനുള്ളത്? ഗർഭപാത്രം എന്നുള്ളതിനുള്ളത്. ഗർഭപാത്രം എന്നുള്ളതിനും അറബിയിൽ റഹിം എന്നാ പറയാ. കുടുംബ ബന്ധത്തിനും റഹിം എന്ന് തന്നെ പറയാ. അറബി ഭാഷയിൽ ഗർഭപാത്രത്തിനും റഹിം എന്ന് തന്നെയാണ് പറയുക. ഈ വാക്ക് എങ്ങനെ ഉണ്ടായി? പണ്ഡിതന്മാര് പറയുന്നു, റഹ്മത്ത് അഥവാ കാരുണ്യം എന്ന വാക്കിൽ നിന്നുണ്ടായതാണ് ഈ റഹിം. 2 റഹിമുകളും. കാരണം എന്താണ്? ഗർഭപാത്രത്തിലുള്ളത് കരുണയാണ്, കുടുംബ ബന്ധങ്ങളോടുള്ളതും കരുണയാണ്. ഗർഭപാത്രത്തിലുള്ളത് ഉമ്മയുടെ കരുണയാണ്. കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകേണ്ടത് പരസ്പരമുള്ള സ്നേഹവും കാരുണ്യവുമാണ്. എങ്ങനെ ഒരാൾ നിന്റെ സഹോദരനാകുന്നു, എങ്ങനെ ഒരാൾ നിന്റെ സഹോദരിയാകുന്നു? ഒരേ മാതാവിന്റെ ഗർഭപാത്രത്തിലല്ലയോ നിങ്ങൾ 2 പേരും വളർന്നത്? അക്കാരണത്താൽ നിങ്ങൾ 2 പേരും പരസ്പരം കരുണ ചെയ്യേണ്ടവരാണ് എന്ന സന്ദേശമാണ് അള്ളാഹുവിന്റെ ദീൻ നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കുടുംബ ബന്ധം വിച്ഛേദിക്കുക, സഹോദരനോടുള്ള ബന്ധം വിച്ഛേദിക്കുക, അതല്ലെങ്കിൽ സഹോദരിയോടുള്ള ബന്ധം വിച്ഛേദിക്കുക, അതല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരൻ, ബാപ്പയുടെ സഹോദരൻ, ഇങ്ങനെയൊക്കെയുള്ള ബന്ധം വിച്ഛേദിക്കുക എന്ന് പറയുന്നത് മഹാപാപമായിട്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സാമ്പത്തികമായ സന്തുലിതാവസ്ഥ വളരെ ഏറ്റവ്യത്യാസങ്ങളുള്ള ഒരു കാലമാണ്. ചിലപ്പോൾ ജ്യേഷ്ഠനായിരിക്കും പെട്ടെന്നൊരു ബിസിനസ് നടത്തി അയാൾ വലിയ കോടീശ്വരനായി മാറും. അനുജനാണെങ്കിലോ അവന് താമസിക്കാൻ തന്നെ നല്ല ഒരു വീടില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ ജ്യേഷ്ഠനും കുടുംബവും അവന്റെ ഭാര്യയായിട്ട് പോവായിരിക്കും. ഈ അനുജനെ സംബന്ധിച്ചിടത്തോളം അനുജൻ ജ്യേഷ്ഠന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് തന്നെ ഒരു മടുപ്പായ ഒരു മാനസികാവസ്ഥ. അതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിക്കുന്നത് കുടുംബ ബന്ധം വിച്ഛേദിക്കുക എന്ന് പറയുന്നത്. അതിനൊന്ന് വലിയ വർത്തമാനോ കാര്യങ്ങളൊന്നും വേണ്ട. ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ മതി, ചിലപ്പോൾ എന്തെങ്കിലും പറയാതിരുന്നാൽ മതി. ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പേരിലായിരിക്കും പരസ്പരം തെറ്റിപ്പോകുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും പറയാതിരുന്നാൽ, മിണ്ടിയില്ലല്ലോ, പറഞ്ഞില്ലല്ലോ, അതിൻ്റെ പേരിലായിരിക്കും വിച്ഛേദിക്കുന്നത്. ഈ 2 കാര്യങ്ങളും, അഥവാ പറഞ്ഞിട്ടാണെങ്കിലും പറയാതെയാണെങ്കിലും കുടുംബ ബന്ധം വിച്ഛേദിക്കുക എന്ന് പറയുന്നത് മാതാവിനോടുള്ള ധിക്കാരത്തിന്റെ ഭാഗമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ആ ഒരു പാപം കൂടെ നമുക്ക് വരും. ചിന്തിക്കണം നമ്മൾ. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ, അള്ളാഹു എല്ലാ സൃഷ്ടിജാലങ്ങളെയും പടച്ചു.
അങ്ങനെ സൃഷ്ടിപ്പ് മുഴുവൻ പൂർത്തിയായപ്പോൾ ഹത്താ ഇദാ ഫറഗ മിൻഹും, അങ്ങനെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി, സൃഷ്ടിപ്പെല്ലാം കഴിഞ്ഞു. ആ സമയത്ത് ഖാമത്തിർ റഹിമു, കുടുംബ ബന്ധം പ്രതീകാത്മകമായ രീതിയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ, ഞാൻ കുടുംബ ബന്ധമാണ്, നിന്നിൽ നിന്ന് ഞാൻ കാവൽ തേടുന്നു. എന്നെ ആരെങ്കിലും മുറിക്കുന്നതിൽ നിന്ന്, വിച്ഛേദിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. ആ സമയത്ത് അള്ളാഹു പറഞ്ഞ മറുപടി, അല്ലയോ കുടുംബ ബന്ധമേ, നിനക്ക് തൃപ്തിയല്ലേ? അൻ അസില മൻ വസലകി വ അഖ്തഅ മൻ ഖതഅകി വ അഖ്തഅ മൻ ഖതഅകി. ആരെങ്കിലും നിന്നെ ചേർത്താൽ അവരോട് ഞാൻ ചേർക്കും, അവരെ ഞാൻ ചേർക്കും എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബാംഗങ്ങളോട്, സഹോദരനാവട്ടെ സഹോദരിയാകട്ടെ, മാതാപിതാക്കളുടെ പരസ്പരമുള്ള ബന്ധുക്കളാവട്ടെ, അവരോട് ആരെങ്കിലും ബന്ധം ചേർത്താൽ അള്ളാഹു പറയുന്നു, ഞാൻ അവരുമായി ബന്ധം ചേർക്കുന്നതാണ്, അവർക്ക് ഞാൻ ദുന്യാവിൽ കരുണ ചെയ്യുന്നതാണ്, അവർക്ക് ഞാൻ ഐഹികമായ ലോകത്ത് സുഖം നൽകുന്നതാണ്. എന്നാൽ ആരെങ്കിലും നിന്നെ വിച്ഛേദിച്ചോ അവരിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ വിച്ഛേദിച്ച് കളയുന്നതാണെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഉറക്ക സ്വലാത്ത് ചൊല്ലൂ മുഹമ്മദ് മുസ്തഫ. അപ്പൊ നമ്മളുടെയൊക്കെ കുടുംബത്തിൽ ഉണ്ടാവും ചിലപ്പോ ഒരു മൂത്ത സഹോദരൻ, ചിലപ്പോ ഒരു കുടുംബനാഥനായിരിക്കും. മൂത്ത സഹോദരൻ, ഇയാൾക്ക് ഉമ്മയും ബാപ്പയും മാത്രമല്ല ഉണ്ടാവുക, പിന്നെ ആരൊക്കെ ഉണ്ടാവും? ആ വീട്ടിൽ അയാളുടെ സഹോദരന്മാര് സഹോദരിമാരൊക്കെ ഉണ്ടാവും. ഇന്നൊരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, ഉസ്താദേ, എനിക്ക് 6 സഹോദരിമാരുണ്ട്, 6 പെങ്ങന്മാരിൽ 5 ആളെയും കെട്ടിച്ചു, അതിൽ ഒരാളെ കെട്ടിക്കാനുണ്ട്, ദുആ ചെയ്യണം, ആ കല്യാണം ശരിയാകാൻ ഉസ്താദ് ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് പള്ളിയിൽ ഒരു സ്വതക്ക നൽകി. അള്ളാഹു ആ കല്യാണം വേഗത്തിൽ ശരിയാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലേ? നമ്മൾ ഇരിക്കുന്ന നമ്മളുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളുടെ മാത്രം പ്രശ്നമാണോ? അല്ലല്ലോ, നമ്മുടെ സഹോദരിമാരുടെ പ്രശ്നം, സഹോദരന്മാരുടെ പ്രശ്നം. അപ്പൊ നമ്മൾ ചിന്തിക്കും, പടച്ചോനെ, ഇതൊക്കെ നടന്നു പോകുന്നുണ്ട്, പെങ്ങളുടെ കല്യാണം നടന്നു പോകുന്നുണ്ട്, അനുജന് വീടുണ്ടാക്കണം, അത് നടന്നു പോകുന്നുണ്ട്, വേറെ ഒരു പെങ്ങൾ അപ്പോഴേക്ക് പ്രസവിച്ചു, ആ പ്രസവത്തിന്റെ കാര്യങ്ങൾ നോക്കണം, അതിന് ബുദ്ധിമുട്ടുണ്ട്. അല്ലാഹു തആല അസ്വിലമൻ വസലകി, അള്ളയാണ് പിന്നെ അതിനെ സഹായിക്കുക. അല്ല സഹായിക്കും. അതിന് കൊടുക്കാനുള്ളതും തരാനുള്ളതും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും, എന്നാലും അല്ലാഹു തആല അതിനുള്ള സംഗതികൾ എളുപ്പമാക്കി തരുന്ന നമ്മുടെയൊക്കെ അനുഭവമല്ലേ? എന്നാ നിങ്ങൾ നോക്ക്, ഇതും പറഞ്ഞ് പിൽക്കാലങ്ങളിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അവരിൽ നിന്ന് നേടിയെടുക്കാൻ ശ്രമിച്ചാലോ അനുഭവമാണ്. അല്ല അവന്റെ വരുമാനം അങ്ങോട്ട് മുറിച്ചു കളയും, അല്ല അവന്റെ മനസ്സിൽ അങ്ങോട്ട് മുറിച്ചു കളയും. നിങ്ങളൊന്ന് ഞാൻ അതിലേക്ക് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മനസ്സിനൊക്കെ മുറിവേൽക്കും. ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, സ്വയം ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മൾ നമ്മുടെ വീട് മുഴുവൻ നോക്കുന്ന കാലത്ത് സഹോദരിമാരൊക്കെ ആലോചിക്കുക, നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചോ നിങ്ങളെ കുറിച്ചോ ആലോചിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരെ കുറിച്ച് ആലോചിക്കുക. വീട് മുഴുവൻ നിസ്വാർത്ഥമായി നോക്കി ഇന്നും ആ അവസ്ഥയിലാണ് അവർ. വീട് മാറിപ്പോയി, അള്ളാഹു വലിയ ബറക്കത്ത് കൊടുത്തിട്ടുണ്ടാവും അവർക്ക്. ഇത് അള്ള പറഞ്ഞതാണ്. കാരണം എന്താ? ഈ കുടുംബ ബന്ധം എന്ന് പറയുന്നത് ഉമ്മയുമായി ബന്ധപ്പെട്ടതാണ്. ഉമ്മയോടുള്ള സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ ഭാഗമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത്. ചിന്തിച്ചു നോക്കുക നിങ്ങൾ. ഇനി അതില്ലെങ്കിലോ ഞാൻ ഹദീസ് പറയുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മാ മിൻ ദംബിൻ അജ്ദർ, ഏറ്റവും വലിയ ഒരു കുറ്റമില്ല, ഏറ്റവും അടുത്ത ഒരു കുറ്റമില്ല. എന്തിനടുത്ത? അയ്യു അജ്ജിലല്ലാഹു ലിസാഹിബിഹി അൽ ഉഖൂബത ഫിദ് ദുനിയാ, അല്ലാഹു ദുനിയാവിൽ തന്നെ ഒരാൾക്ക് ശിക്ഷ കൊടുക്കാൻ ആഖിറത്തിലേക്ക് നീട്ടിവെക്കുകയില്ല. എന്താണ് ആ ശിക്ഷ എന്നറിയോ? മിനൽ ബഗ്യി വ ഖതീഅത്തിർ റഹിമി. മിനൽ ബഗ്യി, ഒന്ന് അതിക്രമമാണ്, ഒന്ന് അക്രമമാണ്, മറ്റൊന്ന് കുടുംബബന്ധം വിച്ഛേദിക്കലാണ്. ചെറുപ്പക്കാരും സഹോദരന്മാരൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? അടുപ്പമുണ്ട് എന്നത് കാരണത്താൽ ഇത് അകലാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. പരസ്പരം ബന്ധമില്ലാത്തവരും അടുപ്പമില്ലാത്തവരും അകലുന്നതിലോ അടുക്കുന്നതിലോ വലിയ പ്രശ്നം വരില്ല, അല്ലേ?
എത്ര കുടുംബങ്ങളാണ് നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ അകന്നു കഴിയുന്നത്. ചിലപ്പോ ഒരൊറ്റ ആളുടെ സലാമേ ആവശ്യം ഉണ്ടാവുള്ളൂ. ഒരു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തീർന്നു. നമ്മൾ വിചാരിക്കുകയാണെന്ത്, അവനോട് ഇങ്ങോട്ട് പറയട്ടെ, അല്ലേ? അവൻ എന്നോട് ഇങ്ങോട്ട് പറയട്ടെ, അമ്മാവൻ എന്നോട് ഇങ്ങോട്ട് പറയട്ടെ, കൊച്ചാപ്പ എന്നോട് ഇങ്ങോട്ട് പറയട്ടെ. എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, അതിന് സ്ക്രൂ ചെയ്ത് കൊടുക്കുന്ന സ്വഭാവമുള്ള പല സ്ത്രീകളും ഉണ്ടാവും. നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്നല്ല പറയുന്നത്, പക്ഷെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. സ്ക്രൂ. നിങ്ങൾ ഭർത്താവിനോട് ഉപദേശിക്കുക. എന്താ ഉപദേശിക്കുന്നത്? നിങ്ങൾ വെറുതെ വർത്തമാനം പറയാൻ പോവേണ്ട, പരസ്പരം തമ്മിലടിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. എത്ര വലിയ കുറ്റാന്നറിയ നിങ്ങൾക്ക്. ഉമ്മയുടെയും മകന്റെയും ഇടയിൽ അകറ്റുന്ന വർത്തമാനം അങ്ങനെ ഉണ്ടാവും. ഉമ്മയുടെ കുറ്റം പറഞ്ഞു കൊടുക്കുക. ആരോട്? മോനോട്. മോനോട് ഉമ്മാന്റെ കുറ്റം പറഞ്ഞു കൊടുക്കുക. ആര്? മോന്റെ ഭാര്യ. നിങ്ങളുടെ ഉമ്മ ഉണ്ടല്ലോ, സ്നേഹത്തോടെയാ പറയാ. നമ്മളത് രണ്ട് ചെവി കൊണ്ടങ്ങ് കേൾക്കുകയും അതിന്റെ പേരിൽ ഉമ്മയോട് അകലുകയും ചെയ്യാ. അല്ലാഹു തആല അതിന്റെ ശിക്ഷ ആഖിറത്തിലേക്ക് നീക്കിവെക്കുകയില്ലെന്നതിന് എത്രയെത്ര അനുഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ നമ്മുടെ നാടുകളിലുള്ളത്. എത്രയെത്ര അനുഭവങ്ങളാണ്. അനുഭവങ്ങളിലേക്കൊന്നും ഈ സന്ദർഭത്തിൽ ഞാൻ കടക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന അഅമാല ബനി ആദം, മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലാഹു തആല സ്വീകരിക്കുന്നതിന് വേണ്ടി എല്ലാ വ്യാഴാഴ്ച രാവുകളിലും അല്ലാഹു പ്രത്യേകമായ ഒരു വെളിവാക്കൽ നടത്തുന്നതാണ്. ആ ആഴ്ച എന്തെല്ലാം അയാൾ ചെയ്തു, ആ ആഴ്ചകളിൽ എന്തെല്ലാം അയാളിൽ നിന്നുണ്ടായി, അങ്ങനെ അല്ലാഹു അയാളുടെ സൽക്കർമ്മങ്ങൾ ഇങ്ങനെ സ്വീകരിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫലാ യഖ്ബലു അമല ഖാതിഇ റഹിമിൻ, കുടുംബ ബന്ധം വിച്ഛേദിക്കുന്ന ആളുടെ അമലുകളൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആ വാക്കവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഉമ്മമാരെ, അതുകൊണ്ട് ചെറുപ്പക്കാരെ, അനുജനുമായി പിണങ്ങിയവരുണ്ടെങ്കിൽ, ജ്യേഷ്ഠനുമായി പിണങ്ങിയവരുണ്ടെങ്കിൽ, ഉമ്മയുടെ സഹോദരന്മാരുമായി പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ, കേവലം ഒരു അതിർത്തിയുടെ പേരില്, അതല്ലെങ്കിൽ അതിർത്തിയിലുള്ള ഒരു മരത്തിന്റെ പേരില്, അതിർത്തിയിലുള്ള ഒരു മരം തന്റെ വീട്ടിലേക്ക് ചാഞ്ഞു നിന്നിരുന്നു എന്നതിന്റെ പേരിൽ നമ്മുടെ മാതാവിലൂടെ പ്രത്യേകമായി നമുക്കുണ്ടായ ആ ബന്ധത്തെ ദുനിയാവിൽ നിന്ന് നമ്മൾ വിച്ഛേദിച്ച് കളയുന്നവരാണെങ്കിൽ നമ്മുടെ നിസ്കാരം കൊണ്ട് ഫലമില്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോമ്പ് കൊണ്ട് ഫലമില്ല, വഅദിന് വന്നത് കൊണ്ട് ഫലമില്ല. അത് ഉമ്മയോടുള്ള ധിക്കാരമാണ്. തന്നെയുമല്ല, അല്ലാഹു നമ്മിൽ നിന്ന് ഒരു അമലും സ്വീകരിക്കുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ ചേരാൻ തയ്യാറാകണം, കാണാൻ തയ്യാറാകണം, വിളിക്കാൻ തയ്യാറാകണം, അടുക്കാൻ തയ്യാറാകണം. എന്തിനീ ഭിന്നിപ്പ്, എന്തിനീ അകൽച്ച, എന്തിന് നമ്മൾ അകലണം, എന്തിന് നമ്മൾ കാണാതിരിക്കണം, എന്തിന് നമ്മൾ സംസാരിക്കാതിരിക്കണം? ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ലോകത്തോട് വിട പറയേണ്ട ഒരു സാഹചര്യം വന്നാൽ ഒന്ന് കൈപിടിക്കാൻ കഴിയുമോ? ഒന്ന് പരസ്പരം പൊരുത്തപ്പെടിക്കാൻ കഴിയോ? അതെപ്പോഴാ വരുന്നത് എന്നറിയില്ലല്ലോ. ഏത് രോഗമാ നമ്മളെ കാത്തിരിക്കുന്നത് എന്നറിയില്ലല്ലോ. ഏത് രീതിയിലുള്ള മരണമാ നമ്മളെ കാത്തിരിക്കുന്നത് എന്നറിയില്ലല്ലോ. പടച്ചോനെ, ഒരു 5 മിനിറ്റ് സമയം തരുമോ? ഞാൻ എൻ്റെ ജ്യേഷ്ഠനൊന്ന് വിളിക്കട്ടെ, ഒന്ന് മിണ്ടട്ടെ, എൻ്റെ ഉമ്മയോട് ഞാനൊന്ന് പറയട്ടെ, എൻ്റെ അനുജനോട് ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞിട്ട് മരിക്കാൻ കഴിയോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ജീവിതത്തിന്റെ ഈ നൈമിഷികമായ ജീവിതത്തിന്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും കാരണത്താൽ നമുക്കിടയിൽ വല്ല അസ്വാരസ്യങ്ങളും ഉണ്ട് എങ്കിൽ സ്ഥാനം നോക്കാതെ, പണം നോക്കാതെ, പ്രതാപം നോക്കാതെ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക എന്നതല്ലാതെ മരണത്തിന്റെ മുമ്പിൽ നമുക്കൊന്നും ചെയ്യാനില്ല, അല്ലേ? വന്നാ പിന്നെ എന്തേലും ചെയ്യാൻ കഴിയോ? ഒരു 5 മിനിറ്റ് റബ്ബേ, ഞാൻ എൻ്റെ കൊച്ചാപ്പയോടൊന്ന് സംസാരിച്ചിട്ട് ഞാൻ മരിക്കാൻ തയ്യാറാണ്. കഴിയില്ലല്ലോ.